ലോകത്തെ ഏറ്റവും വലിയ മ്യൂസിയമാണ്, കലാപ്രദർശനശാലയാണ് ഈ പിന്നിൽ കാണുന്ന ലൂർ മ്യൂസിയം. ഇത് 7,82,000 ചതുരശ്ര അടി വിസ്താരമുള്ള ഈ വലിയ കെട്ടിട സമുച്ചയം ഏതാണ്ട് 5 ലക്ഷത്തിലധികം കലാപ്രദർശനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രശസ്തരായ പെയിന്റേഴ്സ്, ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ശില്പികൾ, ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ഇൻസ്റ്റലേഴ്സ്, അവരുടെയെല്ലാം ഏറ്റവും മികച്ച കലാരൂപങ്ങൾ ഇതിനകത്ത് തയ്യാറാക്കി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ കലാവസ്തു ശേഖരമാണ് ഫ്രാൻസിലെ പാരീസിലുള്ള ലൂർ മ്യൂസിയം. 6,15,797 പ്രദർശന വസ്തുക്കളുമായി ഭൂമിയിലെ ഏറ്റവും വലിയ മ്യൂസിയം, കലാസ്നേഹികളുടെ, ചരിത്രാന്വേഷികളുടെ തീർത്ഥാടന കേന്ദ്രം. പാരീസിലെ സെൻ നദിയുടെ വലതുകരയിലെ ലൂർ മ്യൂസിയം മോണോലിസ, വീനസ് ദ മൈലോ, വിങ്ഡ് വിക്ടറി തുടങ്ങി ലോകോത്തരങ്ങളായ 10,000-കണക്കിന് കലാശേഖരങ്ങളുടെ പ്രദർശനശാലയാണ്. പന്ത്രണ്ടും 13 നൂറ്റാണ്ടുകളിലായി ഫിലിപ്പ് രണ്ടാമൻ രാജാവ് പണികഴിപ്പിച്ച ലൂർവ് കൊട്ടാരമാണ് പിൽക്കാലത്ത് മ്യൂസിയമാക്കി മാറ്റിയത്. 1682 വരെ ഫ്രാൻസിലെ രാജകൊട്ടാരമായിരുന്ന ലൂർവിൽ നിന്ന് ലൂയി 14 വെഴ്സ പാലസിലേക്ക് താമസം മാറ്റിയതിനെ തുടർന്ന് രാജകീയ കലാശേഖരം പ്രദർശിപ്പിക്കാനായി ഈ കൊട്ടാരം മാറ്റിവെച്ചു. ഓഗസ്റ്റ് 10 537 പെയിന്റിങ്ങുകളുമായി തുടങ്ങിയ മ്യൂസിയത്തിൽ ഇന്ന് 6 ലക്ഷത്തിലധികം പ്രദർശന വസ്തുക്കളുണ്ട്. ലോകത്തേറ്റവുമധികം ആളുകൾ സന്ദർശിക്കുന്ന മ്യൂസിയമാണിത്. 2023 മാത്രം 8.9 ദശലക്ഷം കലാസ്വാദകരാണ് ഈ അമൂല്യ സൃഷ്ടികൾ കണ്ടിറങ്ങിയത്. ലോകോത്തര ശില്പങ്ങൾ, പെയിന്റിംഗ്, ഡ്രോയിംഗ്, പുരാവസ്തു ശേഖരം എന്നിങ്ങനെ ചരിത്രാതീത കാലം മുതൽ 21-ാം നൂറ്റാണ്ട് വരെയുള്ള കലാശേഖരമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പുരാതന ഈജിപ്ഷ്യൻ, ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളുടെ അപൂർവമായ നീക്കിയിരിപ്പുകൾ ഇവിടെ കാണാം. ഈജിപ്ഷ്യൻ ആന്റിക്സ് വിഭാഗത്തിൽ BC 4000 ആണ്ടിലെ നൈൽ സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകൾ മുതൽ AD 4-ാം നൂറ്റാണ്ടിലെ ചരിത്രാവശിഷ്ടങ്ങൾ വരെ സംരക്ഷിച്ചിരിക്കുന്നു. മധ്യപൂർവേഷ്യൻ വിഭാഗത്തിൽ ഇസ്ലാം മതാവിർഭാവത്തിന് മുൻപ് മനുഷ്യവാസത്തിന്റെ തുടക്കം മുതൽ തന്നെയുള്ള ചരിത്ര വസ്തുക്കളുടെ വിപുലവും അത്യപൂർവവുമായ ശേഖരമുണ്ട്. ഗ്രീക്ക്, അട്രസ്കൻ, റോമൻ വിഭാഗത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശത്തു നിന്ന് കണ്ടെടുത്ത നവീന ശിലായുഗം മുതൽ 6-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രാവശിഷ്ടങ്ങൾ കൃത്യമായ കാലഗണനയനുസരിച്ച് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ലോകോത്തര ശില്പങ്ങളുടെ കലവറയാണ് ലൂർ മ്യൂസിയം. മൈക്കലാഞ്ചലോയുടെ റിബലിയസ് സ്ലേവ്, അദ്ദേഹത്തിന്റെ തന്നെ ഡൈയിങ് സ്ലേവ്, ഈജിപ്ഷ്യൻ ശില്പമായ ദ സീറ്റഡ് സ്ക്രൈബ്, ഗ്രീക്ക് ശില്പി അലക്സാൻഡ്രോസിന്റെ വീനസ് ദ മിലോ, വീനസ് ഓഫ് എറീസ്, സെന്റർ ആൻഡ് ക്യൂപിഡ്, സ്ലീപ്പിംഗ് ഹെർമാഫ്രഡൈറ്റിസ്, ബോർഗീസ് വീനസ്, ഹെർമിസ് ആൻഡ് ദി ഇൻഫന്റ് ഡയോനീഷ്യസ്, ഫ ആംഗലിക്കയുടെ കൊറോണേഷൻ ഓഫ് ദ വെർജിൻ, വിങ്ഡ് വിക്ടറി ഓഫ് സമോത്രേസ്, ഡയാന ഓഫ് വെർസിയൽസ് എന്നിങ്ങനെ ലോകപ്രശസ്ത ശില്പങ്ങൾ. ലിയാനാർഡോ ഡാവിഞ്ചിയുടെ മോണാലിസയുൾപ്പെടെ 7500-ലധികം വിശ്വപ്രസിദ്ധ ചിത്രങ്ങളുടെ ശേഖരമുണ്ട് ലൂർവിൽ. ഭൂമിയിൽ ഏറ്റവും അഴകിയലുന്നതെന്ന് ഏറ്റവുമധികം വാഴ്ത്തപ്പെട്ട മോണാലിസ. ഒരു പെയിന്റിങ്ങിനെക്കുറിച്ച് ഇത്രയധികം വാഴ്ത്തപ്പെടുക, ലോകത്തേറ്റവുമധികം അറിയപ്പെടുന്ന, ഏറ്റവുമധികം ആളുകൾ സന്ദർശിച്ച
ഏറ്റവുമധികം പാടി പുകഴ്ത്തപ്പെട്ട, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കപ്പെട്ട മോണാലിസ എന്ന പെയിന്റിംഗ് ലൂർവ് മ്യൂസിയത്തിലാണ്. ഹൈറോണിമസ് ബോഷിന്റെ ഷിപ്പ് ഓഫ് ഫൂൾസ്, പിസാനെല്ലോയുടെ പോർട്രേറ്റ് ഓഫ് എ പ്രിൻസസ്, അഡോറേഷൻ ഓഫ് ദ ഷെപ്പേർഡ്, ദ വെഡ്ഡിംഗ് അറ്റ് കാന, ദി അറൈവൽ ഓഫ് ദ റീപ്പേഴ്സ് ഇൻ ദി പോണ്ടെയിൻ മാഷസ്, ഫെസ്റ്റിവൽ ഓഫ് ദ മഡോണ ഓഫ് ആർച്ച്, ലോസ്റ്റ് ഇല്യൂഷൻസ്, ദ ഗാർഡിയൻ ഏഞ്ചൽ, മറി സ്റ്റുവാർട്ട്, ദ കെർമിസി, ക്ലൊയേലിയ പാസിംഗ് ദ ടിബർ, റിപ്പൻഡൻസ് ഓഫ് ദ സെയിന്റ് പിയർ, റിനാൾഡോ ആൻഡ് ആർമിഡ, വീനസ് ആക്സസ് വുൾക്കാൻ ടു 4 jams to her son Aeneas, Saint Francis of Assisi, Christ down from the cross, Almathea, the 4 evangelists, eagle attacking chickens, bathing, slaughtered ox, ആൻഡ്രിയ മാൻഡഗ്നയുടെ ട്രയംഫ് ഓഫ് ദ വീനസ് എന്നിങ്ങനെ ലോകപ്രശസ്ത ചിത്രങ്ങൾ. പാരീസ് മെട്രോയിൽ ലൂർ റിവോളിക് സ്റ്റേഷനിലോ പ്ലേസ് റോയൽ മ്യൂസിയം ദ ലൂർവിലോ ഇറങ്ങിയാൽ മ്യൂസിയത്തിലേക്ക് എത്തിച്ചേരാം. ടിക്കറ്റുകൾ മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. സീസൺ അനുസരിച്ച് നിരക്കിൽ വ്യത്യാസമുണ്ടാകും. ക്യാമറയും വീഡിയോ റെക്കോർഡിങ്ങും മ്യൂസിയത്തിനുള്ളിൽ അനുവദനീയമാണ്. എന്നാൽ ഫ്ലാഷ് ഉപയോഗിക്കാൻ പാടില്ല. ഗൈഡഡ് ടൂർ മ്യൂസിയ കാഴ്ചയ്ക്ക് ഏറെ പ്രയോജനപ്രദമാണ്. 9 ഭാഷകളിൽ ഓഡിയോ ഗൈഡും ലഭ്യമാണ്. ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനാവില്ല ലൂർവ് മ്യൂസിയം. അത്ര വിപുലവും വിശാലവുമാണത്.